പ്രവാസി സംഘം സർക്കാർ ഏരിയ കമ്മിറ്റി തിരുവനന്തപുരം രഘുനാഥ് ഒളിപ്പിക ചാരിറ്റബിൾ സൊസൈറ്റി സർവാർ വിജയകുമാർ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സലീം ഇസ്മായിൽ, ഇവിടെ ആശംസകൾ നേരുന്ന VL അനിൽകുമാർ, പ്രിയങ്കരനായിട്ടുള്ള ഇമാം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ, നൌഷാദ് മറ്റ് അടക്കമുള്ള എല്ലാ പ്രവാസി സംഘത്തിൻ്റെയും ഭാരവാഹികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾ, സംഘത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ, റംദാന്റെ നാളുകളിൽ ഇത്തരം ആദരണീയരായ അധ്യക്ഷൻ, മത സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരെ, എനിക്ക് ഈ വേദി കുറച്ചു നേരത്തേക്ക് മാറിത്തന്ന അനിൽകുമാർ സറവറുകൾ, എല്ലാവർക്കും ഈ സന്ധ്യമയങ്ങുന്ന ഈ നേരത്ത് അഗൈതവമായ നോമ്പിൻ്റെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയാണ്. ഒരു മരുക്കാട്ടിലൂടെ ഒരു യാത്രികൻ കടന്നു പോകുമ്പോൾ അങ്ങകലെ ഒരു കഴുകക്കുഞ്ഞ് വെള്ളം കിട്ടാതെ മരണത്തോട് മല്ലിടുന്നത് കാണാനിടയായി. ആ യാത്രികൻ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ യാത്രികൻ യാത്രയ്ക്ക് ശേഖരിച്ചു വച്ചിരുന്ന വെള്ളത്തിലേക്ക് വളരെ ദയനീയമായി ആ കഴുകക്കുഞ്ഞെ നോക്കുന്നുണ്ട്. ആ യാത്രികന് മനസ്സിലായി, ഈ കഴുകക്കുഞ്ഞിന് വെള്ളം ആവശ്യമുണ്ട്, മരണത്തോട് മല്ലിടുകയാണ്. പാദങ്ങൾ അകലെ കടക്കേണ്ടിയിരുന്ന ഈ യാത്രികൻ തൻ്റെ കയ്യിലൊരുന്ന ഭക്ഷണവും വെള്ളവും ആ കഴുകക്കുഞ്ഞിന് നൽകുകയാണ്. കഴുകക്കുഞ്ഞത് ഭക്ഷിക്കുകയും തൻ്റെ ശോഷിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരികെ വീണ്ടെടുക്കുകയും അതിനെ ചിറകിട്ടടിച്ച് അത് പറന്നു പോകുന്ന ആ സന്തോഷ നയന മനോഹരമായ കാഴ്ച ആ യാത്രികൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ സഹയാത്രികർ ചോദിക്കുന്നത്, നിനക്കിനിയും കാതങ്ങൾ താണ്ടിക്കടക്കാനുണ്ട്, അതിന് നിനക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ട്, വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നീ എന്താണ് നിന്റെ ആവശ്യം കണക്കാക്കാതെ, നിന്റെ ആവശ്യം പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് അവസാന തുള്ളി വെള്ളവും ആ കഴുകക്കുഞ്ഞിനെ നൽകിയതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഈ മനുഷ്യൻ യാത്രികൻ പറയുകയാണ്, ഞാൻ ഇതിനെ പരിഗണിക്കാതെ പോയിരുന്നെങ്കിൽ ഈ കഴുകക്കുഞ്ഞ് ഇവിടെ കിടന്ന് പിടഞ്ഞ് മരണപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ എനിക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ട്, ഇനിയും കാതങ്ങൾ താണ്ടിക്കിടക്കാൻ, ഇനിയും കാതങ്ങൾ താണ്ടിക്കടന്ന് ഇനിയും വെള്ളത്തിന്റെ സോഴ്സ് കണ്ടെത്താൻ എനിക്ക് ദൈവം ആരോഗ്യവും ബുദ്ധിയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് എൻ്റെ ഭക്ഷണവും ഞാൻ കരുതി വെച്ചിരുന്ന വെള്ളത്തിന്റെ അവസാന കണിക പോലും നൽകിയതെന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന കേരള പ്രവാസി സംഘത്തിന്റെ നോമ്പുതുറയും അതുപോലെ തന്നെ കിറ്റ് വിതരണവും എന്ന ശീർഷകത്തിൽ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ അലറി വിളിക്കുന്ന കടലിലെ മാലകളെ സമ്മാനിക്കുന്ന ഈ പാരാവാനം പോലെ പരന്നു കിടക്കുന്ന ഈ കടലിന് ഒരുപാട് കഥകൾ നമ്മളോട് പറയാനുണ്ട്. ഈ കടൽ കടന്നുപോയ പ്രവാസി സംഘങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ ഈ കടലിനപ്പുറത്ത് നിന്ന് ഒരുപാട് പ്രയാസങ്ങളുടെ, വേദനകളുടെ, വ്യതകളുടെ ഭാണ്ഡക്കെട്ടേറിയിട്ട് ജീവിക്കുന്ന നമ്മുടെ പ്രവാസികൾ ഗന്ധം നിറഞ്ഞ ഭക്ഷ്യക്കിറ്റാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ ഭക്ഷ്യക്കിറ്റ് നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ ഇത് സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ വലിയൊരു പിന്നാമ്പുറത്തിലേക്ക് വാതിൽ തുറന്നിടുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ വർക്കലയുടെ MLA ജോയി MLA സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് വേദനകൾ മാറ്റിവെച്ചിട്ട് തൻ്റെ കുടുംബത്തിന് വേണ്ടി
തൻ്റെ മക്കൾക്ക് വേണ്ടി നാടും വീടും വിട്ടിട്ട് അങ്ങകലെ കാതങ്ങൾക്കപ്പുറം കടലിനപ്പുറം ജീവിക്കുന്ന പ്രവാസികൾ, എനിക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഒരുപാട് പ്രവാസികളുടെ കുടുംബങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നമ്മള് പലപ്പോഴും നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ വിളിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്, ഫോണിലൂടെ ദേഷ്യപ്പെടാറുണ്ട്. പലപ്പോഴും നമ്മളോട് അല്ലെങ്കിൽ ഭാര്യയോട്, മക്കളോട് പലപ്പോഴും പരുഷമായിട്ടുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവർ പരുഷ പ്രകൃതക്കാരനാണെന്ന് നമ്മൾ മുദ്ര കുത്തിക്കളയരുത്. ദേഷ്യക്കാരനാണെന്നുള്ള ഒരു മുദ്ര നമ്മൾ കുത്തിക്കളയരുത്. കാരണം 1000 കടലെടുത്ത കഥകളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോ ഒരുപക്ഷെ ഒന്ന് ദേഷ്യപ്പെട്ടെന്നിരിക്കാം, ഒരുപക്ഷെ ഒന്ന് കയർത്ത് സംസാരിച്ചെന്നിരിക്കാം. പക്ഷേ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ എന്നെ വിളിക്കാറുണ്ട്, ഉസ്താദെ ദുആ ചെയ്യണം, ജോലി വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്, കഠിനമായ ജോലിയാണ്, 10-18 മണിക്കൂറുകൾ ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ. അവസാനം പ്രിയമുള്ളവരെ, നേരിട്ടറിയാവുന്നത് കൊണ്ട് പറയുകയാണ്, അവസാനം ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ആ ബെഡിൽ ഇങ്ങനെ കിടന്നിട്ട് ആ പുതപ്പ് ഇങ്ങനെ തലയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ആരും കാണാതെ തേങ്ങിക്കരയുന്ന നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ, ആ പ്രവാസി സഹോദരങ്ങളുടെ പ്രയാസത്തിന്റെ നടുക്കടലിൽ നിന്നിട്ട് തന്റെ കുഞ്ഞിന് വേണ്ടി മാറ്റിവെച്ച പൈസയിൽ നിന്ന്, തന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച പൈസയിൽ നിന്ന്, തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച പൈസയിൽ നിന്ന് ഒരു വിഹിതം നമ്മുടെ ഈ വേലിക്കെട്ടുകളില്ലാതെ, വർഗത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, വർണ്ണത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് നിർത്തുകയാണ്, സ്നേഹം പങ്കിടുകയാണ്. അതുകൊണ്ട് ഈ സംഗമം 1000 സ്നേഹങ്ങളുടെ പൂച്ചെണ്ടുകളാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് 1000 സ്നേഹങ്ങൾ നമുക്ക് അവർക്കും തിരിച്ചു കൊടുക്കാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി, നമസ്കാരം.